വാ, നീയും കൂടിക്കോ രാധേ. ആ, താരയെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം ചെറിയമ്മേ. അത് പറഞ്ഞ് രാധ അവൾക്കടുത്തേക്ക് പോയി. ചെമ്പകമലയിലെ ഓരോ നിമിഷവും രാധയ്ക്ക് സന്തോഷം നൽകുന്നതായിരുന്നു. കുട്ടികൾക്കൊപ്പമുള്ള കളിച്ചിരിയും സന്തോഷവും ഒക്കെയായി ആ ദിവസവും പോയി മറഞ്ഞു. രാത്രി വൈകിയാണ് എല്ലാവരും ചെമ്പകമലയിൽ നിന്ന് മടങ്ങിയെത്തിയത്. കർണൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വീട്ടിലേക്കെത്തി. അധികം കുടിച്ചിട്ടുമില്ല. വാതിൽ തുറന്ന രാധയ്ക്ക് ഒരുപാട് സന്തോഷമായി. മുകളിലേക്ക് കയറിപ്പോയ അവന്റെ പിന്നാലെ ചെന്നുകൊണ്ട് രാധ, കർണേട്ടാ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കട്ടെ? കഴിക്കാനൊക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല, കർണേട്ടന് വേണ്ടി ചെമ്പകമലയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, ചെമ്പകമലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട, നീ തന്നെ അങ്ങ് കഴിച്ചാൽ മതി. ആ, അത് കൊള്ളാം. ചെമ്പകമലയിലെ കാശിന് കുടിക്കുന്നതിന് കുഴപ്പമില്ല, അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതിനാ കുഴപ്പം അല്ലേ? അത് കേട്ട് കർണൻ ദേഷ്യത്തോടെ രാധയെ നോക്കി. ഓ, ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ, പിന്നെന്താ ഇങ്ങനെ തുറച്ചു നോക്കാൻ? അവൾ മനസ്സിൽ പറഞ്ഞു. എങ്കിൽ പിന്നെ കർണേട്ടൻ വാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ കഴിച്ചു. ഹാ, എങ്കിൽ പിന്നെ അത് പറഞ്ഞാൽ പോരായിരുന്നോ? പരിഭവത്തോടെ നിലത്ത് ബെഡ്ഷീറ്റ് വിരിക്കുന്ന രാധയോട്. ഇന്നെന്താ നീ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നില്ലേ? ഇല്ല, ഇന്ന് കുറച്ചല്ലേ കുടിച്ചുള്ളൂ, അതുകൊണ്ട് ഇവിടെ കിടക്കയാ. ആ, അപ്പോ ഒട്ടും കുടിച്ചില്ലെങ്കിലോ? ഒട്ടും കുടിച്ചില്ലെങ്കിൽ ഞാനും കൂടി ഈ ബെഡിൽ കയറി കിടക്കും. ആ, അപ്പോ ഈ ജന്മത്തിൽ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കർണൻ ബെഡിലേക്ക് കിടന്നു. കർണന്റെ കൂടി നിർത്താനായി അവനെ ഉപദേശിച്ച് രാധ ഒരു വഴിയായതല്ലാതെ കർണന് വലിയ മാറ്റമൊന്നും വന്നില്ല. എങ്കിലും വീട്ടിലിരുന്ന് കുടിക്കരുതെന്ന് രാധ പറഞ്ഞ വാക്ക് കർണൻ ഇതുവരെയും പാലിച്ചു. ഒരു ദിവസം രാവിലെ രാധ കുളി കഴിഞ്ഞ് ഈറനോടെ മുടി ചീകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കാതോരം കർണന്റെ ചുണ്ടുകൾ അമർന്നത് അവൾ അറിഞ്ഞത്. പെട്ടെന്ന് അവൾ ഞെട്ടി മുന്നിലേക്ക് മാറി. പരിഭവത്തോടെ കർണന്റെ മുഖത്തേക്ക് നോക്കി. കുടിച്ചു അല്ലേ? ഇവിടെ ഇരുന്ന് കുടിക്കരുതെന്ന് ഞാൻ കർണേട്ടനോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ, സോറി രാധേ, ഇനി ഉണ്ടാവില്ല, സത്യം. വേണ്ട, എനിക്ക് കേൾക്കണ്ട കർണേട്ടന്റെ കള്ളസത്യമൊന്നും. അത് പറഞ്ഞവൾ കരയുന്നത് കണ്ടപ്പോൾ കർണന് സങ്കടം തോന്നി. അന്ന് ആദ്യമായി കർണൻ അവളെ സ്നേഹത്തോടെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ആ നെറ്റിയിലേകിയ ചുംബനം പരിഭവത്തോടെ തന്നെ അവൾ ഏറ്റുവാങ്ങി. എങ്കിലും ഞാനൊന്ന് കുളിക്കുന്ന നേരം കൊണ്ട് ഇത്രയ്ക്ക് ബോധമില്ലാത്ത രീതിയിൽ കുടിച്ചു കളഞ്ഞല്ലോ, ദുഷ്ടൻ. ഞാനിപ്പോ ഒരുപാട് മാറിയില്ലേ രാധേ? ഞാനിപ്പോ നിന്നോട് ഒരുപാട് സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത്? ഇനി അതുപോലെ കുടിക്കുന്ന കാര്യത്തിലും ചിലപ്പോ മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. നാവ് കുഴഞ്ഞുകൊണ്ടുള്ള കർണന്റെ ആ മറുപടി രാധയ്ക്ക് തീരെ ഇഷ്ടമാകാതെ രാധ അവനെ തള്ളി മാറ്റുമ്പോൾ കർണൻ കൂടുതൽ സ്നേഹത്തോടെ അവളെ തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. കുടിച്ചുകൊണ്ടുവരുന്ന കർണനെ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ആദ്യമായി കർണൻ അവളോട് കാട്ടിയ ആ കളങ്കമില്ലാത്ത സ്നേഹത്തെ അവഗണിക്കാൻ രാധയ്ക്കായില്ല. അവളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചുകൊണ്ട് കർണൻ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ രാധ കർണന്റെ സ്വന്തമായതിനുള്ള പുഞ്ചിരിയായിരുന്നു അവന്റെ ചുണ്ടുകളിൽ. കർണൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അവന്റെ പൂർണ്ണ ഇഷ്ടത്തോടു കൂടി തന്നെയായിരുന്നു. അവളോട് ഒരുപാട് സ്നേഹവും ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷേ ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ആ സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രം കർണനായില്ല. പക്ഷേ ഒരിക്കൽ പോലും അവളെ വെറുത്തിരുന്നില്ല. പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന കർണനോട് രാധ, കർണേട്ടാ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഇല്ല രാധേ, ഇന്നെനിക്ക് കുറച്ച് ജോലിയുണ്ട്. എന്ത് ജോലി? ആ, അതൊക്കെ ഉണ്ട്. വല്ല ഓർഫണേജിൽ പോക്കോ അതോ സമൂഹ വിവാഹം നടത്തലോ അങ്ങനെ വല്ലതും ആണോ? ഏയ്, ഇന്ന് ഗോപിയേട്ടനുമായി രാധികയുടെ വീട് വരെ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് ശരത്തുമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, അവന്റെ കാര്യത്തിനാ. ഓ, അപ്പോ ഇന്ന് മുഴുവൻ കർണേട്ടൻ ബിസിയാണല്ലേ? ആ, ഇന്ന് ഞാൻ കുറച്ച് ബിസിയാ, രാത്രിയെ വരാൻ പറ്റുള്ളൂ. ആ, ദേ, ഇന്ന് വരുമ്പോ കർണേട്ടൻ കുടിച്ചിട്ട് വരരുത്, പറഞ്ഞത് കേട്ടല്ലോ? ആ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല രാധേ. അത് കേട്ട് രാധ മുഖം വീർപ്പിച്ചു. ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് എന്ത് കാര്യം? പെട്ടെന്നൊരു ദിവസം അങ്ങ് നിർത്താൻ പറ്റുമോ? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ശ്രമിക്കുന്നു. ഇനി കുടിച്ചിട്ട് വന്നാ പിന്നെ ഞാൻ കർണേട്ടനോട് മിണ്ടില്ല. ആ, നോക്കാം. അത് പറഞ്ഞ് കർണൻ പുറത്തേക്ക് പോയി. രാത്രി മടങ്ങിയെത്തിയ കർണൻ നല്ല ഫിറ്റായിരുന്നു. അത് കണ്ട രാധയ്ക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അതെ, സോറി രാധേ,
ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല. എന്ത് ചെയ്യും? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനിമേൽ കർണേട്ടൻ എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത്. അവളുടെ തോളിൽ നിന്നും അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് രാധ അടുത്ത റൂമിലേക്ക് പോയി. അവൾ പോകുന്നത് സങ്കടത്തോടെ അവൻ നോക്കി നിന്നു. ഷോ, അപ്പോ കുടിച്ചിട്ട് വന്ന ഇനി അവൾ എന്നോട് മിണ്ടില്ല, അവളുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല. അപ്പോ കർണൻ കുടി നിർത്തണം അല്ലേ? അതിനല്ലേ കർണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കർണൻ കുടി നിർത്തും, നോക്കിക്കോ. അത് പറഞ്ഞുകൊണ്ട് കർണൻ ബെഡിലേക്ക് വീണു. രാവിലെ ഉറക്കം ഉണർന്ന രാധ കുളിച്ച് റെഡിയായി താഴേക്ക് പോകാൻ പോയപ്പോൾ, ഓ, മനുഷ്യന്റെ മനസ്സിലെ സന്തോഷമൊക്കെ തല്ലിക്കെടുത്തിയിട്ട് ആ കള്ളുകുടിയൻ സുഖമായി ഉറങ്ങിയായിരിക്കും. അത് പറഞ്ഞവൾ കർണന്റെ റൂമിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കർണേട്ടൻ ഇതെവിടെ പോയി? ഇനി ബാത്റൂമിൽ ഉണ്ടാകുമോ? ബാത്റൂമിലും അവൻ ഉണ്ടായിരുന്നില്ല. ഈശ്വര, ഒരു വാക്ക് പോലും പറയാതെ കർണേട്ടൻ ഇതെവിടെ പോയി?